ഇതുവരെ നടന്ന എല്ലാ ഫിബ ലോകകപ്പുകളിലും പങ്കെടുത്ത രാജ്യം ഏതാണ്? ബ്രസീൽ. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന വസ്തുതയാണിത്. 1930-ൽ ലോകകപ്പ് ആരംഭിച്ചതുമുതൽ നടന്ന എല്ലാ ടൂർണമെന്റുകളിലും ബ്രസീൽ പങ്കെടുത്ത ഏക രാജ്യമാണ്. അവർ 5 തവണ ലോകകപ്പ് കിരീടം നേടുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ഫിഫ ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ബ്രസീൽ. ഫുട്ബോൾ ലോകത്ത് ബ്രസീലിന്റെ ആധിപത്യം വ്യക്തമാക്കുന്ന ഒരു റെക്കോർഡാണിത്. ബ്രസീൽ 5 തവണ 1958, 1962, 1970, 1994, 2002 ഫിഫ ലോകകപ്പ് കിരീടം നേടിയിട്ടുണ്ട്. പെലെ, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ അവരുടെ വിജയങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചു. ഓരോന്നും 4 തവണ ഫിഫ ലോകകപ്പ് നേടിയ 2 രാജ്യങ്ങൾ ഏതെല്ലാം? ഇറ്റലിയും ജർമ്മനിയും. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ രാജ്യങ്ങളിൽ ബ്രസീലിന് പിന്നിൽ നിൽക്കുന്നവരാണ് ഇറ്റലിയും ജർമ്മനിയും. ഇരു രാജ്യങ്ങളും 4 തവണ വീതം ലോകകപ്പ് കിരീടം നേടിയിട്ടുണ്ട്. ജർമ്മനി 2014-ലും ഇറ്റലി 2006-ലുമാണ് അവസാനമായി ലോകകപ്പ് നേടിയത്. സംസ്കൃത വ്യാകരണത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആര്? പാണിനി. പുരാതന ഭാരതത്തിലെ മഹാനായ ഭാഷാശാസ്ത്രജ്ഞനും വ്യാകരണ പണ്ഡിതനുമായിരുന്നു പാണിനി. അദ്ദേഹത്തിന്റെ അഷ്ടാധ്യായി എന്ന കൃതി സംസ്കൃത വ്യാകരണത്തിന്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കപ്പെടുന്നു. 8 അധ്യായങ്ങളിലായി സംസ്കൃത ഭാഷയുടെ ഘടനയെക്കുറിച്ചുള്ള വിശദമായ നിയമങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നു. ഹിന്ദു തത്വചിന്തയിലെ ന്യായ ദർശനത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആര്? മഹർഷി ഗൗതമൻ. ഹിന്ദു തത്വചിന്തയിലെ 6 പ്രധാന ദർശനങ്ങളിൽ ഒന്നാണ് ന്യായ ദർശനം. മഹർഷി ഗൗതമനാണ് ഈ ദർശനത്തിന്റെ ഉപജ്ഞാതാവ്. ന്യായസൂത്രങ്ങളാണ് ഇതിന്റെ അടിസ്ഥാന ഗ്രന്ഥം. ഇത് യുക്തി, അറിവ്, തെളിയിക്കാനുള്ള രീതിശാസ്ത്രം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഹർമന്ദിർ സാഹിബിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആര്? ഗുരു അർജൻ ദേവ്. സിഖ് മതത്തിലെ 5ാമത്തെ ഗുരുവായ ഗുരു അർജൻ ദേവാണ് ഹർമന്ദിർ സാഹിബിന്റെ ഗോൾഡൻ ടെമ്പിൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. അമൃത്സറിലെ പുണ്യ സരോവരത്തിന്റെ മധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണിത്. ഖൽസ പന്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഗുരു ഗോബിന്ദ് സിംഗ്. സിഖ് മതത്തിലെ 10ാമത്തെയും അവസാനത്തെയും ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗാണ് ഖൽസ പന്ത് സ്ഥാപിച്ചത്. 1699-ൽ വൈശാഖി ദിനത്തിലാണ് അദ്ദേഹം സിഖ് പോരാളികളുടെ ഈ സമൂഹം രൂപീകരിച്ചത്. സിഖ് മതത്തിലെ പുരുഷന്മാർക്ക് സിംഗ് എന്നും സ്ത്രീകൾക്ക് കൗർ എന്നും പേരിന് പിന്നിൽ ചേർക്കുന്ന പതിവ് അദ്ദേഹം ആരംഭിച്ചു. ഭൂദാന പ്രസ്ഥാനം സ്ഥാപിക്കുകയും പവനർ ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തത് ആര്? വിനോബ ഭാവെ. മഹാത്മാഗാന്ധിയുടെ ആത്മീയ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ദരിദ്രരായ ഭൂരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ പവനറിൽ അദ്ദേഹം ഒരു ആശ്രമവും സ്ഥാപിച്ചു. അത് അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ആരായിരുന്നു? രബീന്ദ്രനാഥ ടാഗോർ. 1921-ൽ രബീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല ഇന്ത്യയിലെ ഒരു പ്രമുഖ കേന്ദ്ര സർവകലാശാലയാണ്. ശാന്തിനികേതനിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തെയും മനുഷ്യരെയും കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ടാഗോറിന്റെ വിദ്യാഭ്യാസ ദർശനങ്ങളുടെ പ്രതീകമാണിത്. വിവിധതരം സുരക്ഷാ പേപ്പറുകൾ ഉത്പാദിപ്പിക്കുന്ന സെക്യൂരിറ്റി പേപ്പർ മിൽ ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? സെക്യൂരിറ്റി പേപ്പർ മിൽ മധ്യപ്രദേശിലെ ഹോഷംഗാബാദിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് 1968-ൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ കറൻസി നോട്ടുകൾക്കും മറ്റ് സുരക്ഷാരേഖകൾക്കും ആവശ്യമായ പേപ്പറുകൾ ഉത്പാദിപ്പിക്കുന്നത് ഹോഷംഗാബാദിലെ സെക്യൂരിറ്റി പേപ്പർ മില്ലാണ്. രാജ്യത്തിന്റെ സുരക്ഷാ അച്ചടി ആവശ്യങ്ങൾക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. 1857-ലെ കലാപത്തിലേക്ക് നയിച്ച ഡംഡമിലെ 1857 ജനുവരി, ബർഹാംപൂരിലെയും 1857 ഫെബ്രുവരി പ്രക്ഷോഭങ്ങളുടെ പെട്ടെന്നുള്ള പ്രത്യേക കാരണം എന്തായിരുന്നു? പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ച് തിരകൾ ഗ്രീസ് ചെയ്തത് ഹൈന്ദവ മുസ്ലിം സിപ്പായിമാരെ പ്രകോപിപ്പിച്ചു.
പുതിയ എൻഫീൽഡ് റൈഫിലുകൾക്ക് ഉപയോഗിച്ചിരുന്ന തിരകൾ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തതായിരുന്നുവെന്ന കിംവദന്തികൾ 1857-ലെ കലാപത്തിന് ഒരു പ്രധാന കാരണം. ഇത് ഹൈന്ദവരുടെയും മുസ്ലിങ്ങളുടെയും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ബ്രിട്ടീഷ് സൈന്യത്തിൽ വലിയ തോതിലുള്ള അസംതൃപ്തി കാരണമാവുകയും ചെയ്തു. ഡേവിഡ് ഹെയറിന്റെ സഹായത്തോടെ 1817-ൽ കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. 1817-ൽ കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ രാജാറാം മോഹൻ റോയ് പ്രധാന പങ്ക് വഹിച്ചു. ഡേവിഡ് ഹെയർ ഉൾപ്പെടെയുള്ളവരുമായി സഹകരിച്ച് സ്ഥാപിച്ച ഈ കോളേജ് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിനും ആധുനിക ചിന്തകൾ വളർത്തുന്നതിനും ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. ഈ സ്ഥാപനം പിന്നീട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തി. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായത്തിന്റെ സ്ഥാപകനായാണ് ആരെ കണക്കാക്കുന്നത്? ജെയിംസ് വിൽസണെയാണ് ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായത്തിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നത്. 1860-ൽ ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസണാണ്. ഈ നടപടി ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ഭരണത്തിന് അടിത്തറ പാകി. അദ്ദേഹത്തെ ഇന്ത്യയുടെ ആധുനിക ബജറ്റ് സമ്പ്രദായത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റ് ആരാണ് ഏത് തീയതിയിലാണ് അവതരിപ്പിച്ചത്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ധനമന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. 1947 നവംബർ 26-നാണ് ഇത് അവതരിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ധനമന്ത്രിയായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി 1947 നവംബർ 26-നാണ് ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഇടക്കാല ബജറ്റായിരുന്നു, കാരണം സാമ്പത്തിക വർഷത്തിന്റെ പകുതി പിന്നിട്ട ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് എപ്പോഴാണ്, ആരുടെ വൈസ്രോയി ഭരണകാലത്താണ് അവതരിപ്പിച്ചത്? 1860-ൽ ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. അന്ന് ലോർഡ് കാനിംഗ് ആയിരുന്നു വൈസ്രോയി. 1860 ഫെബ്രുവരി 18-ന് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഫിനാൻഷ്യൽ മെമ്പർ ആയിരുന്ന ജെയിംസ് വിൽസൺ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ലോർഡ് കാനിംഗിന്റെ വൈസ്രോയി ഭരണകാലത്ത് അവതരിപ്പിച്ച ഈ ബജറ്റ് ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയ്ക്ക് ഒരു പുതിയ തുടക്കമിട്ടു. റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്ന് വേർപെടുത്തിയത് എപ്പോഴാണ്? ആരുടെ ശുപാർശ പ്രകാരം എപ്പോഴാണ് അത് വീണ്ടും ലയിപ്പിച്ചത്? അക്വർത്ത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1924-ൽ റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്ന് വേർപെടുത്തി. 2017 മുതൽ 18 വരെ സാമ്പത്തിക വർഷം മുതൽ ഇത് പൊതു ബജറ്റിൽ ലയിപ്പിച്ചു. ആദ്യത്തെ സംയുക്ത ബജറ്റ് 2017 ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ചു. 1921-ലെ അക്വർത്ത് കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് 1924-ൽ റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്ന് വേർപെടുത്തി. റെയിൽവേയുടെ വാണിജ്യപരമായ സ്വഭാവം കണക്കിലെടുത്തായിരുന്നു ഈ തീരുമാനം. പിന്നീട് 2016 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഇത് വീണ്ടും പൊതു ബജറ്റുമായി ലയിപ്പിക്കാൻ തീരുമാനിക്കുകയും 2017 ഫെബ്രുവരി 1-ന് ആദ്യത്തെ സംയുക്ത ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. 1857-ലെ കലാപത്തെ ഇ.ടി.ആർ. ഹോംസ് എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? അദ്ദേഹം അതിനെ അടിമതവും നാഗരികതയും തമ്മിലുള്ള യുദ്ധം എന്ന് വിളിച്ചു. ഇ.ടി.ആർ. ഹോംസ് 1857-ലെ കലാപത്തെ അടിമതവും നാഗരികതയും തമ്മിലുള്ള യുദ്ധം എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ കലാപകാരികളെ അടിമത്തത്തിന്റെ പ്രതീകമായും ബ്രിട്ടീഷ് ഭരണത്തെ നാഗരികതയുടെ പ്രതീകമായും കണ്ടുകൊണ്ടുള്ള ഒരു യൂറോപ്യൻ കേന്ദ്രീകൃത കാഴ്ചപ്പാടായിരുന്നു ഇത്. ഈ വീക്ഷണം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യദാഹത്തെയും ബ്രിട്ടീഷ് ചൂഷണത്തെയും തമസ്കരിക്കുന്ന ഒന്നാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര്? ജെ തോംസൺ. 1897-ൽ കാഥോഡ് രശ്മി ട്യൂബുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഇത് ആറ്റത്തിനുള്ളിലെ ആദ്യത്തെ ആറ്റോമിക് കണികയുടെ കണ്ടെത്തലായി മാറി. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ നിലവിൽ എത്ര ഭാഷകൾ ഉൾപ്പെടുന്നു? 22 ഭാഷകൾ. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ 14 ഭാഷകളുണ്ടായിരുന്ന ഈ പട്ടികയിൽ പിന്നീട് വിവിധ ഭരണഘടനാ ഭേദഗതികളിലൂടെ 21ാം, 71ാം, 92ാം ഭേദഗതികൾ കൂടുതൽ ഭാഷകൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇത് രാജ്യത്തിന്റെ ഭാഷാ വൈവിധ്യത്തെയും പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യത്തെയും എടുത്തുകാണിക്കുന്നു.
ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റിൽ യഥാർത്ഥത്തിൽ എത്ര വിഷയങ്ങളുണ്ടായിരുന്നു? 97 വിഷയങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ യൂണിയൻ, സംസ്ഥാന, കൺകറന്റ് ലിസ്റ്റുകളായി വിഷയങ്ങളെ തരംതിരിക്കുന്നു. യൂണിയൻ ലിസ്റ്റ് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ 97 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു, എന്നാൽ നിലവിൽ 100 വിഷയങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ നിലവിൽ എത്ര വിഷയങ്ങൾ ഉൾപ്പെടുന്നു? 52 വിഷയങ്ങൾ. കൺകറന്റ് ലിസ്റ്റ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള വിഷയങ്ങളെ സൂചിപ്പിക്കുന്നു. 1976-ലെ 42-ാം ഭേദഗതിയിലൂടെ 5 വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതിനെ തുടർന്ന് നിലവിൽ 52 വിഷയങ്ങളാണ് ഈ ലിസ്റ്റിലുള്ളത്. കൺകറന്റ് ലിസ്റ്റിലെ ഒരു വിഷയത്തിൽ യൂണിയൻ നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ടായാൽ ആരുടെ നിയമത്തിനാണ് പ്രാബല്യം? യൂണിയൻ നിയമത്തിന്. കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താം. എന്നാൽ ഇരു നിയമങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 254 അനുസരിച്ച് യൂണിയൻ നിയമത്തിനാണ് മുൻഗണന. ഇത് കേന്ദ്രത്തിന്റെ മേധാവിത്വം ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുന്നു? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം. വിദ്യാഭ്യാസം, വനം, അളവുകളും തൂക്കങ്ങളും, നീതിന്യായ ഭരണം, സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നിവ 1976-ലെ 42-ാം ഭേദഗതി നിയമപ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ പ്രധാന വിഷയങ്ങളാണ്. ഇത് കേന്ദ്ര സംസ്ഥാന സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. 2020-ന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ടായിരുന്നു? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 2019 ഒക്ടോബർ 31-ന് ജമ്മു കാശ്മീർ സംസ്ഥാനം വിഭജിച്ച് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചിരുന്നു. പിന്നീട് 2020 ജനുവരി 26-ന് ദാദ്രയും നഗർ ഹവേലിയും ദാമനും ദിയുവും ലയിപ്പിച്ച് ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാക്കിയതോടെയാണ് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയത്. ദാദ്രയും നഗർ ഹവേലിയും ദാമനും ദിയുവും എന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ലയനം എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്? 2020 ജനുവരി 26. 2019-ലെ ദാദ്രയും നഗർ ഹവേലിയും ദാമനും ദിയുവും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ലയനം ബിൽ പ്രകാരം ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഒരുമിപ്പിച്ചു. 2020 ജനുവരി 26-നാണ് ഈ ലയനം പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 കുറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് യൂണിയന്റെ പേരും അതിന്റെ ഭൂപ്രദേശവും പരാമർശിക്കുന്നത്? അനുച്ഛേദം 1. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം ഭാഗത്തിലെ അനുച്ഛേദം 1 ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് ഇന്ത്യയുടെ പേരും ഭരണപരമായ ഭൂപ്രദേശങ്ങളും വ്യക്തമാക്കുന്ന ഒരു അടിസ്ഥാന വ്യവസ്ഥയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് പുതിയ സംസ്ഥാനങ്ങളെ പ്രവേശിപ്പിക്കാനോ സ്ഥാപിക്കാനോ പാർലമെന്റിന് അധികാരം നൽകുന്നത്? അനുച്ഛേദം 2. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 2 പ്രകാരം നിലവിലില്ലാത്തതോ യൂണിയന്റെ ഭാഗമല്ലാത്തതോ ആയ പുതിയ പ്രദേശങ്ങളെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കാനോ പുതിയ സംസ്ഥാനങ്ങളായി സ്ഥാപിക്കാനോ പാർലമെന്റിന് നിയമം വഴി അധികാരമുണ്ട്. ഇത് ഇന്ത്യൻ യൂണിയന്റെ വികാസത്തെ സംബന്ധിച്ച ഒരു പ്രധാന വ്യവസ്ഥയാണ്. നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിരുകളോ പേരുകളോ മാറ്റുന്നതിനും പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനും ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് പാർലമെന്റിന് അധികാരം നൽകുന്നത്? അനുച്ഛേദം 3. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 3 നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, അതായത് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക, സംസ്ഥാനങ്ങളുടെ വിസ്തീർണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, അതിരുകൾ മാറ്റുക, പേരുകൾ മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇത് ആഭ്യന്തര പുനഃസംഘടനയ്ക്കുള്ള പാർലമെന്റിന്റെ അധികാരത്തെ വ്യക്തമാക്കുന്നു. അനുച്ഛേദം 2, 3 എന്നിവ പ്രകാരം പാർലമെന്റ് നടത്തുന്ന സംസ്ഥാന രൂപീകരണത്തിനോ മാറ്റങ്ങൾ വരുത്തുന്നതിനോ ഉള്ള ഭേദഗതികൾക്ക് അനുച്ഛേദം 368 പ്രകാരമുള്ള പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമുണ്ടോ? ഇല്ല, അവ പാർലമെന്റിന് ലളിതമായ ഭൂരിപക്ഷത്തിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 4 വ്യക്തമാക്കുന്നത് അനുച്ഛേദം 2
3 എന്നിവ പ്രകാരമുള്ള നിയമങ്ങൾ ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമുള്ള ഭേദഗതിയായി കണക്കാക്കില്ല എന്നാണ്. അതിനാൽ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനോ നിലവിലുള്ളവയുടെ അതിരുകൾ മാറ്റുന്നതിനോ ലളിതമായ ഭൂരിപക്ഷം മതിയാകും. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ SRC എപ്പോഴാണ് സ്ഥാപിച്ചത്? ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ? 1953 സ്ഥാപിച്ചു. ഫസൽ അലി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയെക്കുറിച്ച് പഠിക്കാനായി 1953 ഫസൽ അലിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിനുള്ള പ്രധാന ഘടകങ്ങളിലൊന്നായിരുന്നു ഈ കമ്മീഷന്റെ ശുപാർശകൾ. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏതു വർഷമാണ്? 1955. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ SRC 1955 കേന്ദ്ര സർക്കാരിന് തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1956 സംസ്ഥാന പുനഃസംഘടന നിയമം പാസാക്കിയത്. തെലുങ്ക് സംസാരിക്കുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുകയും മരണപ്പെടുകയും ചെയ്തത് ആരാണ്? പോറ്റി ശ്രീരാമുലു. ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തിയ സാമൂഹിക പ്രവർത്തകനാണ് പോറ്റി ശ്രീരാമുലു. അദ്ദേഹത്തിന്റെ മരണം വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കുകയും തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതായിരുന്നു? ആന്ധ്രാപ്രദേശ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി 1953 രൂപീകരിച്ച ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം. മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങൾ വേർപെടുത്തിയാണ് ഇത് രൂപീകരിച്ചത്. സംസ്ഥാന പുനഃസംഘടന നിയമം എപ്പോഴാണ് പാസാക്കിയത്? അതിൻ കീഴിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു? 1956 പാസാക്കി. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. 1956 പാർലമെന്റ് പാസാക്കിയ സംസ്ഥാന പുനഃസംഘടന നിയമം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഈ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഇത് ആധുനിക ഇന്ത്യയുടെ ഭൂപടത്തിന് അടിസ്ഥാനമിട്ടു. ഇന്ത്യ പോർച്ചുഗീസ് കോളനികളായ ഗോവ, ദാമൻ, ദിയു എന്നിവയെ യൂണിയനിൽ ചേർത്തത് എപ്പോഴാണ്? 1961 ഡിസംബർ 18. 1961 ഡിസംബർ 18 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യ ഗോവ, ദാമൻ, ദിയു എന്നീ പോർച്ചുഗീസ് കോളനികളെ ഇന്ത്യൻ യൂണിയനുമായി സംയോജിപ്പിച്ചത്. ഇതോടെ ഇന്ത്യയിലെ യൂറോപ്യൻ കോളനി ഭരണം പൂർണ്ണമായി അവസാനിച്ചു. ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയിൽ സോണൽ കൗൺസിലുകൾ സ്ഥാപിക്കപ്പെട്ടത്? സംസ്ഥാന പുനഃസംഘടന നിയമം 1956. 1956 സംസ്ഥാന പുനഃസംഘടന നിയമം പ്രാദേശിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമായി സോണൽ കൗൺസിലുകൾ സ്ഥാപിച്ചു. ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വേദി കൂടിയാണ്. ഇന്ത്യയിൽ എത്ര സോണൽ കൗൺസിലുകളുണ്ട്? ആരാണ് അവയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ? 5 സോണൽ കൗൺസിലുകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. ഇന്ത്യയിൽ 5 സോണൽ കൗൺസിലുകളാണുള്ളത്: വടക്കൻ, മധ്യ, കിഴക്കൻ, പടിഞ്ഞാറൻ, തെക്കൻ. എല്ലാ സോണൽ കൗൺസിലുകളുടെയും എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. ഇത് കേന്ദ്ര സംസ്ഥാന സഹകരണം ഉറപ്പാക്കുന്നു. നോർത്തേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. വടക്കൻ സോണൽ കൗൺസിൽ ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളായ ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ചണ്ഡീഗഡ്, ഡൽഹി, ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു. ഇതിന്റെ ആസ്ഥാനം രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അസം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, മിസോറാം, മേഘാലയ, നാഗാലാൻഡ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിയമപരമായ സ്ഥാപനം ഏതാണ്? നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ. നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ 1971 നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് പ്രകാരം രൂപീകരിച്ച ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്.
വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സിക്കിം കൂടി ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നു. നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായത് എന്ന് 1963 ഡിസംബർ 1. നാഗാലാൻഡ് സംസ്ഥാനം 1963 ഡിസംബർ 1-നാണ് രൂപീകൃതമായത്. ഇന്ത്യൻ യൂണിയനിലെ 16ാമത്തെ സംസ്ഥാനമായി ഇത് നിലവിൽ വന്നു. അസം സംസ്ഥാനത്തിൽ നിന്നുള്ള നാഗ ഹിൽസ് ട്രാൻസ് നോർത്ത് ഫ്രോണ്ടിയർ ഏരിയകളെ സംയോജിപ്പിച്ചാണ് ഈ സംസ്ഥാനം രൂപീകരിച്ചത്. മഹാരാഷ്ട്രയും ഗുജറാത്തും സംസ്ഥാനങ്ങളായി രൂപീകൃതമായത് എന്ന് 1960 മെയ് 1. 1960 മെയ് 1-നാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും ഭാഷാടിസ്ഥാനത്തിൽ പ്രത്യേക സംസ്ഥാനങ്ങളായി രൂപീകൃതമായത്. മുൻ ബോംബെ സംസ്ഥാനത്തെ വിഭജിച്ചാണ് ഈ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത്. മറാഠി സംസാരിക്കുന്നവർക്കായി മഹാരാഷ്ട്രയും ഗുജറാത്തി സംസാരിക്കുന്നവർക്കായി ഗുജറാത്തും രൂപീകരിച്ചു. ഹിമാചൽ പ്രദേശിന് പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചത് എന്ന് 1971 ജനുവരി 25. ഹിമാചൽ പ്രദേശിന് 1971 ജനുവരി 25-നാണ് പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചത്. ഇതോടെ ഇന്ത്യൻ യൂണിയനിലെ 18ാമത്തെ സംസ്ഥാനമായി ഇത് മാറി. 1950-ൽ ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയ ഹിമാചൽ പ്രദേശിന് ദീർഘകാലത്തെ ആവശ്യകതകൾക്ക് ശേഷമാണ് ഈ പദവി ലഭിച്ചത്. സിക്കിം ഇന്ത്യയുടെ ഒരു പൂർണ്ണ സംസ്ഥാനമായി മാറിയത് എന്ന് 1975 മെയ് 16. സിക്കിം 1975 മെയ് 16-നാണ് ഇന്ത്യയുടെ പൂർണ്ണ സംസ്ഥാനമായി മാറിയത്. 36ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിക്കിമിനെ ഇന്ത്യൻ യൂണിയന്റെ 22ാമത്തെ സംസ്ഥാനമായി അംഗീകരിച്ചു. ജനഹിത പരിശോധനയിലൂടെയാണ് സിക്കിം ഇന്ത്യയിൽ ലയിക്കാൻ തീരുമാനിച്ചത്. പാർലമെന്റ് വീണ്ടും സമ്മേളിച്ചതിനുശേഷം പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ ഒരു ഓർഡിനൻസിന് പരമാവധി എത്ര കാലം പ്രാബല്യത്തിൽ തുടരാൻ കഴിയും? 6 ആഴ്ച. പാർലമെന്റ് വീണ്ടും സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ഓർഡിനൻസിന് പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ അത് അസാധുവാകും. ഇത് ഓർഡിനൻസുകൾക്ക് താൽക്കാലിക സ്വഭാവം നൽകുന്നതും പാർലമെന്റിന്റെ പരമാധികാരം ഉറപ്പാക്കുന്നതുമായ ഒരു വ്യവസ്ഥയാണ്. ഏത് സമയത്തും ഒരു ഓർഡിനൻസ് പിൻവലിക്കാൻ ആർക്കാണ് അധികാരം? പ്രസിഡന്റ്. രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും താൻ പുറപ്പെടുവിച്ച ഒരു ഓർഡിനൻസ് പിൻവലിക്കാൻ അധികാരമുണ്ട്. ഈ അധികാരം രാഷ്ട്രപതിക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനും ആവശ്യമെങ്കിൽ അത് പിൻവലിക്കാനും വഴക്കം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് പ്രസിഡന്റ് ദയാഹർജി അധികാരം വിനിയോഗിക്കുന്നത്? അനുച്ഛേദം 72. ഇന്ത്യൻ ഭരണഘടനയുടെ 72ാം അനുച്ഛേദം രാഷ്ട്രപതിക്ക് ദയാഹർജി അധികാരം പാർഡനിംഗ് പവർ നൽകുന്നു. ഇതിലൂടെ വധശിക്ഷയുൾപ്പെടെയുള്ള ഏതൊരു ശിക്ഷയും റദ്ദാക്കാനോ കുറയ്ക്കാനോ മാറ്റിവെക്കാനോ രാഷ്ട്രപതിക്ക് സാധിക്കും. ഇത് നീതിന്യായ വ്യവസ്ഥയിലെ ഒരു സുപ്രധാന അധികാരമാണ്. ഇന്ത്യൻ സായുധ സേനകളുടെ കരസേന, വ്യോമസേന, നാവികസേന പരമോന്നത കമാൻഡർ ആരാണ്? പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ സായുധ സേനകളുടെ കരസേന, വ്യോമസേന, നാവികസേന പരമോന്നത കമാൻഡർ. ഇത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ തലപ്പത്ത് ഒരു സിവിലിയൻ അതോറിറ്റിയെ സ്ഥാപിക്കുന്നു. ഇത് ജനാധിപത്യപരമായ നിയന്ത്രണം ഉറപ്പാക്കുന്നു. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും ആരുടെ പേരിലാണ് ഉണ്ടാക്കുന്നത്? പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയുടെ എല്ലാ അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും രാഷ്ട്രപതിയുടെ പേരിലാണ് ഉണ്ടാക്കുന്നത്. രാഷ്ട്രത്തിന്റെ ഔപചാരിക തലവൻ എന്ന നിലയിൽ വിദേശകാര്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് അടിയന്തരാവസ്ഥാ വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 18. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 18 18ാം ഭാഗം അടിയന്തരാവസ്ഥാ വ്യവസ്ഥകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. രാഷ്ട്രത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡ, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിനായി പ്രസിഡന്റിന് പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വ്യവസ്ഥകൾ പ്രയോഗിക്കാൻ അധികാരം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദങ്ങളാണ് അടിയന്തരാവസ്ഥാ വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദങ്ങൾ 352 മുതൽ 360 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ 352 മുതൽ 360 വരെയുള്ള അനുച്ഛേദങ്ങളാണ് അടിയന്തരാവസ്ഥാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നത്.
ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം ആർട്ടിക്കിൾ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360 എന്നിവ ഇവയിൽപ്പെടുന്നു. പ്രസിഡന്റിന് ഏത് അനുച്ഛേദം പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം? അനുച്ഛേദം 352. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 352 ആണ് ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നത്. യുദ്ധം, ബാഹ്യമായ ആക്രമണം, സായുധകലാപം എന്നിവ ഉണ്ടാകുമ്പോൾ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളുടെ മേൽ കൂടുതൽ അധികാരം നൽകുന്നു. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്താം? അനുച്ഛേദം 356. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ സംവിധാനം തകരാറിലാകുമ്പോൾ ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ഭരണം ഏറ്റെടുക്കാം. ഇത് സംസ്ഥാന സർക്കാരിന്റെ അധികാരം താൽക്കാലികമായി നിർത്തലാക്കുന്നു. ഇന്ത്യയിലെ സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 360. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കോ അല്ലെങ്കിൽ ക്രെഡിറ്റിനോ ഭീഷണിയുണ്ടായാൽ രാഷ്ട്രപതിക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഈ വ്യവസ്ഥ ഇതുവരെ ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടില്ല. പൊതുപ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ പ്രസിഡന്റിന് ഏത് അനുച്ഛേദം പ്രകാരം സുപ്രീം കോടതിയോട് ഉപദേശം തേടാം? അനുച്ഛേദം 143. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 143 രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് നിയമപരമായോ വസ്തുതാപരമായോ ഉള്ള കാര്യങ്ങളിൽ ഉപദേശം തേടാൻ അധികാരം നൽകുന്നു. എന്നാൽ സുപ്രീം കോടതി നൽകുന്ന ഉപദേശം സ്വീകരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനല്ല. ഇത് ഉപദേശപരമായ അധികാരപരിധിയിൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉൾപ്പെടുന്നു. ഏത് അനുച്ഛേദം അനുസരിച്ചാണ് കേന്ദ്രത്തിന്റെ കാര്യനിർവഹണ അധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നത്? അനുച്ഛേദം 53. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 53 പ്രകാരം കേന്ദ്രത്തിന്റെ കാര്യനിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഈ അധികാരം രാഷ്ട്രപതിക്ക് നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ മുഖേനയോ വിനിയോഗിക്കാം. രാഷ്ട്രപതി രാജ്യത്തിന്റെ ഔദ്യോഗിക തലവനാണ്. ഒരു പാർലമെന്റ് അംഗമോ സംസ്ഥാന നിയമസഭാ അംഗമോ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തു സംഭവിക്കും? അവർ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന തീയതി മുതൽ ആ സഭയിലെ അവരുടെ അംഗത്വം ഒഴിവായി കണക്കാക്കപ്പെടും. രാഷ്ട്രപതി സ്ഥാനാർത്ഥി ഒരു എംപിയോ എംഎൽഎയോ ആണെങ്കിൽ അവർ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ രാഷ്ട്രപതി സ്ഥാനം ഏറ്റെടുക്കുന്ന ദിവസം മുതൽ അവരുടെ പാർലമെന്റ് നിയമസഭാ സീറ്റ് ഒഴിഞ്ഞതായി കണക്കാക്കപ്പെടും. ഭരണഘടനയുടെ അനുച്ഛേദം 59(1) ഈ വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതൊരു വ്യക്തിക്ക് ഒരേ സമയം 2 പദവികൾ വഹിക്കുന്നത് ഒഴിവാക്കുന്നു. ഇന്ത്യൻ ഭരണഘടന പ്രസിഡന്റിന് ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിക്കുന്നുണ്ടോ? ഇല്ല, പ്രസിഡന്റിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന നിശബ്ദമാണ്. ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ച് ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭാംഗമാകാൻ യോഗ്യനായിരിക്കണം എന്നിവയാണ് പ്രധാന യോഗ്യതകൾ. ഒരു ഇന്ത്യൻ പ്രസിഡന്റിന് എത്ര തവണ വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹതയുണ്ട്? ഒരു ഇന്ത്യൻ പ്രസിഡന്റിന് എത്ര തവണ വേണമെങ്കിലും വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹതയുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 57 പ്രകാരം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരാൾക്ക് എത്ര തവണ വേണമെങ്കിലും വീണ്ടും മത്സരിക്കാൻ അനുവാദമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന് പരമാവധി 2 തവണ മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്നതിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയമോ തർക്കമോ ഏത് സ്ഥാപനത്തിലേക്ക് റഫർ ചെയ്യാം? ആരുടെ തീരുമാനമാണ് അന്തിമം? സുപ്രീം കോടതി. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയമോ തർക്കമോ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിടാവുന്നതാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം അന്തിമമായിരിക്കും. അനുച്ഛേദം 71 ഈ അധികാരപരിധിയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ഏത് തരം നടപടിക്രമമാണ്? അർദ്ധ ജുഡീഷ്യൽ നടപടിക്രമം. ഇന്ത്യൻ രാഷ്ട്രപതിയെ ഭരണഘടനാലംഘനത്തിന്റെ പേരിൽ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. പാർലമെന്റിന്റെ ഇരുസഭകൾക്കും ഈ പ്രമേയം കൊണ്ടുവരാം.
ഇത് ഒരു അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള നടപടിക്രമമാണ്, കാരണം ഇതിൽ കുറ്റാരോപണവും വിചാരണയും ഉൾപ്പെടുന്നു. ജനങ്ങളുടെ സഭയുടെയും ലോക്സഭ, സംസ്ഥാനങ്ങളുടെ കൗൺസിലിന്റെയും രാജ്യസഭ സംയുക്ത സമ്മേളനം ആര് വിളിച്ചു ചേർക്കുന്നു? രാഷ്ട്രപതി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 108 പ്രകാരം ഒരു സാധാരണ ബില്ലിന്റെ കാര്യത്തിൽ ലോക്സഭയും രാജ്യസഭയും തമ്മിൽ ഭിന്നതയുണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏതുതരം അധികാരമാണ്? നിയമനിർമ്മാണ അധികാരം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 123 പ്രകാരം പാർലമെന്റ് സമ്മേളിക്കാത്ത സമയങ്ങളിൽ അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നിയമത്തിന്റെ അതേ പ്രാബല്യത്തോടെ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇത് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ അധികാരങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരങ്ങളുടെ പശ്ചാത്തലത്തിൽ പോക്കറ്റ് വീറ്റോ എന്നാൽ എന്താണ്? ഒരു ബില്ലിന്മേൽ രാഷ്ട്രപതിക്ക് അനിശ്ചിതകാലത്തേക്ക് അനുമതി നിഷേധിക്കാനുള്ള അധികാരമാണ് പോക്കറ്റ് വീറ്റോ. അത് നിരസിക്കുകയോ പുനഃപരിശോധനയ്ക്കായി തിരിച്ചേക്കുകയോ ചെയ്യാതെ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 111 പ്രകാരം രാഷ്ട്രപതിക്ക് ഒരു ബില്ലിൽ അനുമതി നൽകാനോ നിഷേധിക്കാനോ പുനഃപരിശോധനയ്ക്കായി തിരിച്ചേക്കാനോ ഉള്ള അധികാരമുണ്ട്. എന്നാൽ ബില്ലിൽ ഒരു തീരുമാനവും എടുക്കാതെ അത് തന്റെ പക്കൽ സൂക്ഷിക്കുന്നതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഇതിന് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ രാഷ്ട്രപതിക്ക് അനിശ്ചിതകാലത്തേക്ക് ബില്ലുകൾ തടഞ്ഞുവെക്കാൻ കഴിയും. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് ഒരു ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 63. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 63 പ്രകാരം ഇന്ത്യയ്ക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിനും രാജ്യസഭയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നതിനും ഉപരാഷ്ട്രപതി പ്രധാനപ്പെട്ട പങ്കുണ്ട്. രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 64 പ്രകാരം ഇന്ത്യൻ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ആയിരിക്കും. ഇത് ഉപരാഷ്ട്രപതിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. ഈ പദവിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ശമ്പളം ലഭിക്കുന്നത്. രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിവുവരുമ്പോൾ ഉപരാഷ്ട്രപതിക്ക് ഏത് അനുച്ഛേദം പ്രകാരം രാഷ്ട്രപതിയായി പ്രവർത്തിക്കാൻ കഴിയും? അനുച്ഛേദം 65. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 65 അനുസരിച്ച് രാഷ്ട്രപതിയുടെ ഓഫീസിൽ ഒഴിവ് ഉണ്ടാകുമ്പോൾ മരണം, രാജി, നീക്കം ചെയ്യൽ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കും. പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെയാണ് ഈ ചുമതല. അനുച്ഛേദം 66 പ്രകാരം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കോളേജ് വഴിയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ്. രാഷ്ട്രപതിയുടെ ഇലക്ടറൽ കോളേജിൽ നിയമസഭകളിലെ അംഗങ്ങൾ ഉൾപ്പെടുന്നു. എന്നാൽ ഉപരാഷ്ട്രപതിയുടെ ഇലക്ടറൽ കോളേജിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലെയും ലോക്സഭയും രാജ്യസഭയും തിരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായവും പൗരത്വ യോഗ്യതകളും എന്തൊക്കെയാണ്? പ്രസ്തുത വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം, കൂടാതെ 35 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. ഇന്ത്യൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യതകളാണിവ. രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള യോഗ്യതകൾക്കും ഇതേ പ്രായവും പൗരത്വവും ആവശ്യമാണ്. കൂടാതെ രാജ്യസഭാംഗമാകാനുള്ള യോഗ്യതയും ഉണ്ടാകണം. പ്രായവും പൗരത്വവും കൂടാതെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ഒരു വ്യക്തിക്ക് ആവശ്യമായ അധിക യോഗ്യത എന്താണ്? പ്രസ്തുത വ്യക്തിക്ക് രാജ്യസഭാംഗമാകാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യസഭാംഗമാകാനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. എന്നാൽ ഒരു പാർലമെന്റ് അംഗമായിരിക്കാൻ പാടില്ല എന്ന നിബന്ധനയും ഈ സ്ഥാനാർത്ഥിക്കുണ്ട്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 5 വർഷം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. കാലാവധി തീരുന്നതിനു മുമ്പ് അദ്ദേഹം രാജിവെക്കുകയോ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യാം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? രാജ്യസഭയിലെ അന്നത്തെ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെ പാസാക്കിയ പ്രമേയം ലോക്സഭ അംഗീകരിക്കുന്നതിലൂടെ.
ഉപരാഷ്ട്രപതിയെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം രാജ്യസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ. രാജ്യസഭയിലെ അന്നത്തെ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുന്ന പ്രമേയം ലോക്സഭ അംഗീകരിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതിനു മുൻപ് എത്ര ദിവസത്തെ മുൻകൂർ നോട്ടീസ് ആവശ്യമാണ്? കുറഞ്ഞത് 14 ദിവസം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് കുറഞ്ഞത് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകണം. ഇത് പ്രകൃതിപരമായ നീതിയുടെ തത്വങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി നിയമിക്കുന്ന വ്യക്തി. ഉപരാഷ്ട്രപതി തന്റെ ഔദ്യോഗിക പദവിയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് രാഷ്ട്രപതിയുടെയോ അദ്ദേഹം നിയമിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയുടെയോ മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. ഇത് ഭരണഘടനാപരമായ കടമകളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഇന്ത്യൻ ഉപരാഷ്ട്രപതിക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണ്? രാജ്യസഭാ ചെയർമാന്റെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിലവിൽ പ്രതിമാസം 4 ലക്ഷം രൂപ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഉപരാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിക്ക് ശമ്പളം ലഭിക്കുന്നില്ല. പകരം അദ്ദേഹം രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്നു. ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുമ്പോൾ എത്ര ശമ്പളം ലഭിക്കും? രാഷ്ട്രപതിയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് ലഭിക്കുന്ന എല്ലാ ശമ്പളത്തിനും ആനുകൂല്യങ്ങൾക്കും അദ്ദേഹം അർഹനാണ്. ഇത് താൽക്കാലികമായി ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് അനുസൃതമായി ശമ്പള വ്യവസ്ഥകൾ മാറുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ ഏതെങ്കിലും വിഷയത്തിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടോ? ഇല്ല. ഉപരാഷ്ട്രപതി രാജ്യസഭാംഗമല്ലാത്തതിനാൽ ഒരു വിഷയത്തിലും വോട്ട് ചെയ്യാൻ അവകാശമില്ല. എന്നാൽ വോട്ടുകൾ തുല്യമാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താം. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണെങ്കിലും അദ്ദേഹം രാജ്യസഭയിലെ അംഗമല്ലാത്തതിനാൽ സാധാരണഗതിയിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും ഒരു ബില്ലിലോ പ്രമേയത്തിലോ വോട്ടുകൾ തുല്യമാകുമ്പോൾ സമനില തെളിയാൻ അദ്ദേഹം ഒരു കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1952 മുതൽ 1962 വരെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 ഓഗസ്റ്റ് പ്രകാരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗ്ദീപ് ധൻഖർ. 2022 ഓഗസ്റ്റിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജഗ്ദീപ് ധൻഖറാണ് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. അദ്ദേഹം ഈ പദവിയിൽ എത്തുന്നതിനു മുമ്പ് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്നു. ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന പരമാവധി കാലാവധി എത്രയാണ്? 6 മാസം. രാഷ്ട്രപതിയുടെ ഒഴിവ്, രാജി, നീക്കം ചെയ്യൽ, മരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം മൂലം സംഭവിക്കുകയാണെങ്കിൽ ഉപരാഷ്ട്രപതിക്ക് പരമാവധി 6 മാസത്തേക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കാൻ കഴിയും. ഈ കാലയളവിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഉപരാഷ്ട്രപതി പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോൾ രാജ്യസഭയുടെ ചെയർമാനായി പ്രവർത്തിക്കാൻ കഴിയുമോ? ഇല്ല. ഉപരാഷ്ട്രപതി പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോൾ രാജ്യസഭയുടെ ചെയർമാനായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഉപരാഷ്ട്രപതി പ്രസിഡന്റിന്റെ ചുമതലകൾ വഹിക്കുമ്പോൾ രാജ്യസഭയുടെ ചെയർമാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ ഡെപ്യൂട്ടി ചെയർമാന് കൈമാറ്റം ചെയ്യപ്പെടും. ഇത് അധികാരങ്ങളുടെ വിഭജനം ഉറപ്പാക്കുകയും ഭരണഘടനാപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് സമിതി അപൂർണമായിരുന്നു എന്ന കാരണത്താൽ പ്രസിഡന്റിന്റെയോ ഉപരാഷ്ട്രപതിയുടെയോ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാൻ കഴിയുമോ? ഇല്ല. തിരഞ്ഞെടുപ്പ് സമിതി അപൂർണമായിരുന്നു എന്ന കാരണത്താൽ മാത്രം തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 71(3) പ്രകാരം പ്രസിഡന്റിന്റെയോ ഉപരാഷ്ട്രപതിയുടെയോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സുപ്രീം കോടതിയാണ് തീരുമാനിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗങ്ങളുടെ ഒഴിവുകൾ തിരഞ്ഞെടുപ്പിന്റെ സാധുതയെ ബാധിക്കില്ലെന്ന് ഈ വ്യവസ്ഥ വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ കാര്യനിർവാഹകൻ ആരാണ്? പ്രധാനമന്ത്രിയും കാബിനറ്റും മന്ത്രിമാരുടെ കൗൺസിൽ.
ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രസിഡന്റ് നാമമാത്രമായ കാര്യനിർവാഹകനാണ് നോമിനൽ എക്സിക്യൂട്ടീവ്. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ കൗൺസിലുമാണ് യഥാർത്ഥ കാര്യനിർവാഹക അധികാരം വിനിയോഗിക്കുന്നത്. റിയൽ എക്സിക്യൂട്ടീവ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണിത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ കൗൺസിലിന്റെ ഉപദേശമനുസരിച്ച് പ്രസിഡന്റ് പ്രവർത്തിക്കണം എന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 74. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 74(1) പ്രകാരം പ്രസിഡന്റിനെ സഹായിക്കാനും ഉപദേശിക്കാനുമായി ഒരു മന്ത്രിമാരുടെ കൗൺസിൽ ഉണ്ടായിരിക്കും. അതിന്റെ തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. ഈ ഉപദേശം അനുസരിച്ചാണ് പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത്. ഇത് ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യ ഘടനയുടെ അടിസ്ഥാന ശിലയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 75 പ്രകാരം ലോക്സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയായി നിയമിക്കുന്നത് പ്രസിഡന്റാണ്. മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം പ്രസിഡന്റ് നിയമിക്കുന്നു. പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും പ്രസിഡന്റ് നിയമിക്കുന്നത് ഏത് അനുച്ഛേദം പ്രകാരമാണ്? അനുച്ഛേദം 75(1). ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75(1) പ്രസിഡന്റിന് പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധികാരം നൽകുന്നു. കൂടാതെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെ നിയമിക്കാനും അധികാരം നൽകുന്നു. ഇത് കേന്ദ്ര മന്ത്രിസഭയുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനമാണ്. പ്രധാനമന്ത്രിക്കും മറ്റ് കേന്ദ്രമന്ത്രിമാർക്കും ഔദ്യോഗിക രഹസ്യസ്വഭാവ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 75(4) പ്രകാരം പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും തങ്ങളുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിനു മുമ്പ് പ്രസിഡന്റിന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. ഇത് അവരുടെ ഉത്തരവാദിത്തവും പ്രതിബദ്ധതയും ഉറപ്പാക്കുന്നു. ലോക്സഭയിൽ മന്ത്രിമാരുടെ കൗൺസിലിനെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ എന്ത് സംഭവിക്കും? മുഴുവൻ മന്ത്രിമാരുടെ കൗൺസിലും രാജിവെക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 75(3) പ്രകാരം മന്ത്രിമാരുടെ കൗൺസിൽ ലോക്സഭയോട് കൂട്ടായി ഉത്തരവാദപ്പെട്ടതാണ്. അതിനാൽ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും രാജിവെക്കുകയും വേണം. രാജ്യസഭ പാസാക്കുന്ന അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു പ്രമേയം എത്രകാലം പ്രാബല്യത്തിൽ നിൽക്കും? എങ്ങനെയാണ് അത് ദീർഘിപ്പിക്കാൻ കഴിയുന്നത്? 1 വർഷം. ഓരോ തവണയും 1 വർഷം വീതം ദീർഘിപ്പിക്കാം. രാജ്യസഭയ്ക്ക് ഭരണഘടനയുടെ അനുച്ഛേദം 312 പ്രകാരം പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ അധികാരമുണ്ട്. ഈ പ്രമേയം ആദ്യം 1 വർഷത്തേക്ക് പ്രാബല്യത്തിൽ വരികയും പിന്നീട് ഓരോ തവണയും 1 വർഷം വീതം ദീർഘിപ്പിക്കാനും സാധിക്കും. കേന്ദ്ര സംസ്ഥാന സർവീസുകൾക്കിടയിൽ കാര്യക്ഷമതയും ഐക്യവും ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ ഏത് സഭയ്ക്കാണ് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ മാത്രമുള്ള അധികാരം? രാജ്യസഭ. ഇന്ത്യൻ ഭരണഘടനയുടെ 312 അനുച്ഛേദമനുസരിച്ച് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ രാജ്യസഭയ്ക്ക് മാത്രമാണ് അധികാരം. ഈ പ്രത്യേക അധികാരം രാജ്യസഭയുടെ ഫെഡറൽ സ്വഭാവത്തെയും സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രാധാന്യത്തെയും എടുത്തുകാണിക്കുന്നു. ലോക്സഭ പാസാക്കിയ ഒരു ധനകാര്യ ബിൽ 14 ദിവസത്തിനകം രാജ്യസഭ തിരിച്ചയച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഇരുസഭകളും പാസാക്കിയതായി കണക്കാക്കും. ധനകാര്യ ബില്ലുകളുടെ കാര്യത്തിൽ ലോക്സഭയ്ക്കാണ് കൂടുതൽ അധികാരം. രാജ്യസഭ ഒരു ധനകാര്യ ബിൽ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചയച്ചില്ലെങ്കിൽ അതിനെ ഇരുസഭകളും പാസാക്കിയതായി കണക്കാക്കും. രാജ്യസഭയ്ക്ക് ധനകാര്യ ബില്ലുകളിൽ ഭേദഗതികൾ നിർദ്ദേശിക്കാൻ മാത്രമേ കഴിയൂ. അവ ലോക്സഭയ്ക്ക് അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. രാജ്യസഭ രൂപീകരിച്ചത് എപ്പോഴാണ്? അതിന്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1952 ഏപ്രിൽ 3 രൂപീകരിച്ചു. ആദ്യ സമ്മേളനം 1952 മെയ് 13 നടന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭ 1952 ഏപ്രിൽ 3 രൂപീകൃതമായത്. അതിന്റെ ആദ്യ സമ്മേളനം അതേ വർഷം മെയ് 13 നടന്നു. ഈ തീയതികൾ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകളാണ്, കാരണം ഇത് രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തുടക്കം കുറിക്കുന്നു. രാജ്യസഭയുടെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി അനുവദനീയമായ ഇടവേള എത്രയാണ്? 6 മാസം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പാർലമെന്റിന്റെ രാജ്യസഭ ഉൾപ്പെടെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകാൻ പാടില്ല.
ഇത് പാർലമെന്റ് സ്ഥിരമായി സമ്മേളിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ ഭരണം സുഗമമാക്കാൻ സഹായിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ലോക്സഭയുടെ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 81. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 81 ലോക്സഭയുടെ ഘടനയും അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് രീതികളും വിശദീകരിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ഇത് നിർവചിക്കുന്നു. ലോക്സഭയുടെ ജനപ്രാതിനിധ്യ സ്വഭാവം ഉറപ്പുവരുത്തുന്നത് ഈ അനുച്ഛേദമാണ്. ഭരണഘടന അനുസരിച്ച് ലോക്സഭയുടെ പരമാവധി അംഗബലം എത്രയാണ്? 104 ഭേദഗതിക്ക് ശേഷം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ ഒഴിവാക്കി. 550 സംസ്ഥാനങ്ങളിൽ നിന്ന് 530 പ്ലസ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് 20. 104 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ നാമനിർദ്ദേശം നിർത്തലാക്കി. നിലവിൽ ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണ്. അതിൽ 530 അംഗങ്ങൾ സംസ്ഥാനങ്ങളിൽ നിന്നും 20 അംഗങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ജനപ്രാതിനിധ്യ സഭയുടെ ഘടനയെ നിർവചിക്കുന്നു. ലോക്സഭയിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ നാമനിർദ്ദേശം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 104 ഭരണഘടനാ ഭേദഗതി നിയമം. 2019-ലെ 104 ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ നാമനിർദ്ദേശം നിർത്തലാക്കിയത്. ഈ ഭേദഗതി പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം 2030 വരെ നീട്ടുകയും ചെയ്തു. ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിലെ പ്രാതിനിധ്യ രീതികളിൽ വന്ന ഒരു സുപ്രധാന മാറ്റമാണിത്. ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും സീറ്റുകളുടെ എണ്ണം 2026 വരെ മരവിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 84 ഭരണഘടനാ ഭേദഗതി 2001. 2001-ലെ 84 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും സീറ്റുകളുടെ എണ്ണം 2026 വരെ മരവിപ്പിച്ചത്. ജനസംഖ്യാ നിയന്ത്രണ നയങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. 1971-ലെ സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയാണ് നിലവിൽ സീറ്റുകൾക്ക് അടിസ്ഥാനമായി കണക്കാക്കുന്നത്. ലോക്സഭയുടെ നിലവിലെ അംഗബലം എത്രയാണ്? 543 അംഗങ്ങൾ. ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണെങ്കിലും നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട 543 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. ഇതിൽ 530 പേർ സംസ്ഥാനങ്ങളിൽ നിന്നും 13 പേർ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമാണ്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം 104 ഭേദഗതിയിലൂടെ നിർത്തലാക്കിയതിനാൽ നിലവിലെ അംഗബലം 543 ആണ്. ലോക്സഭയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും എത്ര സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്? പട്ടികജാതിക്കാർക്ക് 84, പട്ടികവർഗക്കാർക്ക് 47. ഇന്ത്യൻ ഭരണഘടനയുടെ 330 അനുച്ഛേദമനുസരിച്ച് ലോക്സഭയിൽ പട്ടികജാതി, SC, പട്ടികവർഗ, സെയിന്റ് വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ പട്ടികജാതിക്കാർക്ക് 84 സീറ്റുകളും പട്ടികവർഗക്കാർക്ക് 47 സീറ്റുകളുമാണ് സംവരണം ചെയ്തിരിക്കുന്നത്. ഇത് സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ 326 അനുച്ഛേദമനുസരിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. 1989-ലെ 61 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ചത്. ഈ മാറ്റം കൂടുതൽ യുവജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകാൻ അവസരം നൽകി. ലോക്സഭാ അംഗമാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ 84(b) അനുച്ഛേദമനുസരിച്ച് ഒരു വ്യക്തിക്ക് ലോക്സഭാ അംഗമാകാൻ കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. രാജ്യസഭാ അംഗമാകാൻ 30 വയസ്സാണ് കുറഞ്ഞ പ്രായം. ഇത് പാർലമെന്റിലെ ജനപ്രതിനിധികൾക്ക് ആവശ്യമായ പക്വതയും അനുഭവസമ്പത്തും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ലോക്സഭയുടെ കാലാവധി പൂർത്തിയാകുന്നതിനു മുമ്പ് പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരം? രാഷ്ട്രപതിക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ 85(2)(b) അനുച്ഛേദമനുസരിച്ച് ലോക്സഭയുടെ കാലാവധി പൂർത്തിയാകുന്നതിനു മുമ്പ് പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. സാധാരണയായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി ഈ അധികാരം വിനിയോഗിക്കുന്നത്. ഇത് പാർലമെന്ററി ജനാധിപത്യത്തിലെ ഒരു പ്രധാന അധികാരമാണ്.
ലോക്സഭയുടെ സാധാരണ കാലാവധി എത്രയാണ്? 5 വർഷം. ലോക്സഭയുടെ സാധാരണ കാലാവധി 5 വർഷമാണ്. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടാൽ പാർലമെന്റിന് ഈ കാലാവധി 1 വർഷം വീതം നീട്ടാൻ കഴിയും. 5 വർഷം പൂർത്തിയാകുമ്പോൾ ലോക്സഭ സ്വയമേവ പിരിച്ചുവിടപ്പെടുകയോ കാലാവധി തീരുന്നതിനു മുമ്പ് രാഷ്ട്രപതി പിരിച്ചുവിടുകയോ ചെയ്യാം. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു അടിസ്ഥാന സവിശേഷതയാണ്. ഒരു അടിയന്തരാവസ്ഥകാലത്ത് ലോക്സഭയുടെ കാലാവധി എത്ര കാലത്തേക്ക് പരമാവധി നീട്ടാൻ സാധിക്കും? ഒരു സമയം 1 വർഷത്തേക്ക്. അടിയന്തരാവസ്ഥ അവസാനിച്ചാൽ 6 മാസത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടാൽ ലോക്സഭയുടെ കാലാവധി ഓരോ തവണയും 1 വർഷം വീതം നീട്ടാൻ പാർലമെന്റിന് അധികാരമുണ്ട്. എന്നാൽ അടിയന്തരാവസ്ഥ പിൻവലിച്ച് 6 മാസത്തിനകം പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 83(2) ഈ വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മന്ത്രിസഭ കൂട്ടായി പാർലമെന്റിലെ ഏത് സഭയോടാണ് ഉത്തരവാദിത്തമുള്ളത്? ലോക്സഭയോട്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 75(3) അനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭ കൂട്ടായി ലോക്സഭയോട് ഉത്തരവാദിത്തമുള്ളവരാണ്. ഇതിനർത്ഥം ഒരു മന്ത്രിസഭയ്ക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ അവർക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്നാണ്. ലോക്സഭാ സമ്മേളനത്തിന് ആവശ്യമായ ക്വാറം എത്രയാണ്? മൊത്തം അംഗസംഖ്യയുടെ 10/1. പാർലമെന്റ് സമ്മേളനങ്ങൾ നിയമപരമായി നടത്തുന്നതിന് ഒരു നിശ്ചിത എണ്ണം അംഗങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്. ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം മൊത്തം അംഗസംഖ്യയുടെ 10/1, അതായത് 55 അംഗങ്ങൾ ആണ് ക്വാറം. ക്വാറമില്ലാത്ത പക്ഷം സ്പീക്കർക്ക് സമ്മേളനം താൽക്കാലികമായി നിർത്തിവെക്കാനോ മാറ്റിവെക്കാനോ അധികാരമുണ്ട്. ലോക്സഭയിലെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്? അതിലെ അംഗങ്ങളിൽ നിന്ന് തന്നെ. ലോക്സഭയിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും സഭാംഗങ്ങളിൽ നിന്ന് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവരുടെ തിരഞ്ഞെടുപ്പ് ലോക്സഭയുടെ ആദ്യ സമ്മേളനങ്ങളിൽ നടക്കുന്നു. സ്പീക്കർ സഭാ നടപടികൾ നിയന്ത്രിക്കുകയും സഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു. സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചുമതലകൾ നിർവഹിക്കുന്നു. ലോക്സഭയിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഏത് നിലയിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ലോക്സഭയിലെ അംഗങ്ങളായി. ലോക്സഭയിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും പ്രത്യേകം സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല. അവർ ലോക്സഭാംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അംഗമെന്ന നിലയിലുള്ള സത്യപ്രതിജ്ഞയാണ് എടുക്കുന്നത്. ഈ പദവികൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ശേഷമാണ് ഏറ്റെടുക്കുന്നത്. ലോക്സഭാ സ്പീക്കർ ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്? ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ലോക്സഭാ സ്പീക്കർക്ക് തന്റെ പദവി ഒഴിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ രാജിക്കത്ത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് നൽകേണ്ടത്. അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ രാജിവെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്പീക്കർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. ഇത് ഇന്ത്യൻ പാർലമെന്ററി നടപടിക്രമങ്ങളിലെ ഒരു പ്രധാന വ്യവസ്ഥയാണ്. ലോക്സഭാ സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ നീക്കം ചെയ്യാനുള്ള പ്രമേയത്തിന് എത്ര ദിവസം മുൻകൂട്ടി നോട്ടീസ് നൽകണം? 14 ദിവസത്തെ നോട്ടീസ്. ലോക്സഭാ സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ അവരുടെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകേണ്ടതുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 94(c) പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു പ്രധാന നടപടിക്രമമാണ്. സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ നീക്കം ചെയ്യാനുള്ള പ്രമേയം പരിഗണനയിലിരിക്കുമ്പോൾ അവർക്ക് ലോക്സഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ കഴിയുമോ? ഇല്ല. ലോക്സഭാ സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ നീക്കം ചെയ്യാനുള്ള പ്രമേയം സഭയിൽ പരിഗണനയിലിരിക്കുമ്പോൾ അവർക്ക് സഭയുടെ അധ്യക്ഷസ്ഥാനത്ത് ഇരിക്കാൻ അധികാരമില്ല. ഈ സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ പാനലിലെ അംഗമോ സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നു. ഇത് നീതിയുക്തമായ നടപടിക്രമം ഉറപ്പാക്കുന്നതിനുള്ള വ്യവസ്ഥയാണ്. ലോക്സഭാ സ്പീക്കർക്ക് സ്വന്തം നീക്കം ചെയ്യൽ പ്രമേയത്തിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടോ? അതെ, ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്യാം. പക്ഷേ ടൈ വന്നാൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ കഴിയില്ല. സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള പ്രമേയം പരിഗണനയിലിരിക്കുമ്പോൾ സ്പീക്കർക്ക് ഒരു സാധാരണ അംഗമെന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ അവകാശമുണ്ട്. എന്നാൽ വോട്ടുകൾ തുല്യമായാൽ സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാൻ സ്പീക്കർക്ക് കഴിയില്ല. ഇത് ഭരണഘടന അനുച്ഛേദം 96(2) പ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ സാധിക്കുന്നത്? അനുച്ഛേദം 108.
ഒരു സാധാരണ ബിൽ ഒരു സഭ പാസാക്കുകയും മറ്റൊരു സഭ തള്ളിക്കളയുകയോ 6 മാസത്തിൽ കൂടുതൽ തടഞ്ഞുവെക്കുകയോ ചെയ്യുമ്പോൾ അനുച്ഛേദം 108 പ്രകാരം രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ സാധിക്കും. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ലോക്സഭാ സ്പീക്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 108 പ്രകാരം ഒരു ബിൽ സംബന്ധിച്ച് ഇരുസഭകളും തമ്മിൽ ഭിന്നതയുണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. എന്നാൽ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഒരു ബിൽ ധനബിലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അന്തിമ അധികാരം ആർക്കാണ്? ലോക്സഭാ സ്പീക്കർക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 110 ധനബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരു ബിൽ ധനബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ലോക്സഭാ സ്പീക്കർക്കാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം അന്തിമമാണ്. ഒന്നാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം എന്ന് ആരംഭിച്ചു? 1952 മെയ് 13. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പൊതുതിരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഒന്നാം ലോക്സഭ അതിന്റെ ആദ്യ സമ്മേളനം 1952 മെയ് 13 ആരംഭിച്ചു. ഇത് ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ലോക്സഭയുടെ ആദ്യ സ്പീക്കർ ആരായിരുന്നു? ജി.വി. മാവ്ലങ്കർ. ഗണേശ് വാസുദേവ് മാവ്ലങ്കർ 1952 മുതൽ 1956 വരെ ലോക്സഭയുടെ ആദ്യ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തെ ലോക്സഭയുടെ പിതാവ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ലോക്സഭയുടെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? എം. അനന്തശയനം അയ്യങ്കാർ. എം. അനന്തശയനം അയ്യങ്കാർ ലോക്സഭയുടെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആരായിരുന്നു? മീര കുമാർ. മീര കുമാർ 2009 മുതൽ 2014 വരെ 15ാം ലോക്സഭയുടെ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് അവർ. ഒരു പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനു മുമ്പ് ലോക്സഭയിലെ പ്രധാന ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? പ്രോടേം സ്പീക്കർ. പുതിയ ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതുവരെ സഭയുടെ താൽക്കാലിക ചുമതലകൾ വഹിക്കാൻ രാഷ്ട്രപതി ഒരു പ്രോടേം സ്പീക്കറെ നിയമിക്കുന്നു. സാധാരണയായി ഏറ്റവും മുതിർന്ന അംഗത്തെയാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? മൽക്കാജ്ഗിരി, തെലങ്കാന. തെലങ്കാനയിലെ മൽക്കാജ്ഗിരി ലോക്സഭാ മണ്ഡലത്തിനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഇത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലെ ഒരു പ്രധാന വിവരമാണ്. ഏറ്റവും കുറഞ്ഞ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? ലക്ഷദ്വീപ്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ലോക്സഭാ മണ്ഡലത്തിനാണ് നിലവിൽ ഏറ്റവും കുറഞ്ഞ വോട്ടർമാരുള്ളത്. ഇത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ഭൂമിശാസ്ത്രത്തിലെ ഒരു സവിശേഷതയാണ്. വിസ്തീർണമനുസരിച്ച് ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ലഡാക്ക്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കാണ് വിസ്തീർണമനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം. ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ്. വിസ്തീർണമനുസരിച്ച് ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ചാന്ദ്നി ചൌക്ക്, ഡൽഹി. ഡൽഹിയിലെ ചാന്ദ്നി ചൌക്ക് ലോക്സഭാ മണ്ഡലം വിസ്തീർണമനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ മണ്ഡലമാണ്. ഇത് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ മണ്ഡലം രാഷ്ട്രീയമായും ചരിത്രപരമായും വളരെ പ്രാധാന്യമുള്ളതാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പാക് ഘടന എന്താണ്? 22 അംഗങ്ങൾ, 15 പേർ ലോക്സഭയിൽ നിന്നും 7 പേർ രാജ്യസഭയിൽ നിന്നും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ആകെ 22 അംഗങ്ങളാണുള്ളത്. 15 പേർ ലോക്സഭയിൽ നിന്നും 7 പേർ രാജ്യസഭയിൽ നിന്നുമാണ്. സർക്കാർ ചെലവുകൾ പരിശോധിക്കുകയും പാർലമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് ഈ കമ്മിറ്റിയുടെ പ്രധാന ചുമതല. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ ലോക്സഭാ സ്പീക്കറാണ് നിയമിക്കുന്നത്. സാധാരണയായി പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള ഒരു അംഗത്തെയാണ് ചെയർമാനായി നിയമിക്കാറുള്ളത്.
1904 ജപ്പാൻ റഷ്യയെ പരാജയപ്പെടുത്തി റഷ്യൻ ജാപ്പനീസ് യുദ്ധത്തിലെ ഒരു പ്രധാന സംഭവമായി മാറിയ യുദ്ധം ഏതാണ്? യാലു നദി യുദ്ധം. യാലു നദി യുദ്ധം 1904 മെയ് 1-നാണ് നടന്നത്. റഷ്യൻ ജാപ്പനീസ് യുദ്ധത്തിലെ കരയിലെ ആദ്യത്തെ പ്രധാന വിജയമായിരുന്നു ഇത്. ഒരു ഏഷ്യൻ ശക്തി ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ച ആദ്യത്തെ പ്രധാന യുദ്ധങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാലയളവ് എത്രയായിരുന്നു? ഏതൊക്കെ പ്രധാന സഖ്യങ്ങളാണ് പരസ്പരം പോരാടിയത്? ഒന്നാം ലോകമഹായുദ്ധം 1914 മുതൽ 1918 CE വരെ നീണ്ടുനിന്നു. സഖ്യശക്തികൾ കേന്ദ്രശക്തികളെ പരാജയപ്പെടുത്തി. ഒന്നാം ലോകമഹായുദ്ധം മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ സംഘർഷങ്ങളിൽ ഒന്നായിരുന്നു. ഇത് വലിയ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സേന ഓട്ടോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി ജറുസലേം പിടിച്ചെടുത്തത് ഏതു വർഷമാണ്? 1917 CE. 1917 ഡിസംബർ 9-നാണ് ജനറൽ അലൻബിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന ജറുസലേം പിടിച്ചെടുത്തത്. കുരിശുയുദ്ധങ്ങൾക്ക് ശേഷം പാശ്ചാത്യ ശക്തികൾ ജറുസലേം പിടിച്ചെടുക്കുന്ന ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലയളവ് എത്രയായിരുന്നു? ഏതൊക്കെ പ്രധാന സഖ്യങ്ങളാണ് സംഘർഷത്തിൽ ഏർപ്പെട്ടത്? രണ്ടാം ലോകമഹായുദ്ധം 1939 മുതൽ 1945 CE വരെ നീണ്ടുനിന്നു. സഖ്യശക്തികൾ അച്ചുതണ്ട് ശക്തികളെ പരാജയപ്പെടുത്തി. രണ്ടാം ലോകമഹായുദ്ധം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയതും വിനാശകരമായതുമായ സംഘർഷമായിരുന്നു. ഏകദേശം 70 ദശലക്ഷം മുതൽ 85 ദശലക്ഷം വരെ ആളുകൾ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. ഇത് ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തെ മാറ്റിമറിച്ചു. 1947 ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഒരു പ്രധാന ഫലം എന്തായിരുന്നു? യുദ്ധം അവസാനിച്ചത് ഭൂപ്രദേശങ്ങളുടെ വിഭജനത്തോടെയാണ്, പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിൽ. 1947 മുതൽ 48 വരെ ഇന്ത്യ-പാക് യുദ്ധം കാശ്മീർ തർക്കത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഈ യുദ്ധം പാകിസ്ഥാൻ നിയന്ത്രിത കാശ്മീർ, പാക്, ഇന്ത്യൻ നിയന്ത്രിത കാശ്മീർ എന്നിങ്ങനെ ഒരു താത്കാലിക അതിർത്തിക്ക് കാരണമായി. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലോടെയാണ് വെടിനിർത്തലുണ്ടായത്. 1965 നടന്ന രണ്ടാം ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഫലം എന്തായിരുന്നു? യുദ്ധം ഒരു സൈനിക സ്തംഭനത്തിൽ കലാശിച്ചു. ഇരുപക്ഷവും വിജയം അവകാശപ്പെട്ടെങ്കിലും നിർണായകമായ ഒരു പ്രാദേശിക നേട്ടവും ഉണ്ടായില്ല. 1965 ഇന്ത്യ-പാക് യുദ്ധം പ്രധാനമായും കാശ്മീർ വിഷയത്തിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. താഷ്കന്റ് ഉടമ്പടി പ്രകാരം ഈ യുദ്ധം അവസാനിച്ചു. അതിൽ ഇരു രാജ്യങ്ങളും യുദ്ധത്തിനു മുമ്പുള്ള സ്ഥാനങ്ങളിലേക്ക് സൈന്യത്തെ പിൻവലിക്കാൻ സമ്മതിച്ചു. ഗൾഫ് യുദ്ധം ഏതു വർഷമാണ് ആരംഭിച്ചത്? ഇത് US, സഖ്യസേന എന്നിവരാൽ ഇറാഖിന്റെ പരാജയത്തിൽ കലാശിച്ചു. 1990 CE. ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം 1990 ഓഗസ്റ്റ് 2-ന് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചതോടെയാണ് ആരംഭിച്ചത്. US നേതൃത്വത്തിലുള്ള സഖ്യസേന കുവൈറ്റിനെ മോചിപ്പിക്കുകയും ഇറാഖി സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 1995 നടന്ന ഒന്നാം ചെച്ചിൻ യുദ്ധത്തിലെ ഒന്നാം ഗ്രോസ്നി യുദ്ധത്തിന്റെ ഫലം എന്തായിരുന്നു? റഷ്യൻ സൈന്യം ഗ്രോസ്നി പിടിച്ചെടുത്തു. ഒന്നാം ചെച്ചിൻ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങളിലൊന്നായിരുന്നു ഒന്നാം ഗ്രോസ്നി യുദ്ധം 1994 മുതൽ 1995 വരെ. റഷ്യൻ സൈന്യം ചെച്ചിൻ തലസ്ഥാനമായ ഗ്രോസ്നി പിടിച്ചെടുത്തുവെങ്കിലും വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയും പിന്നീട് നഗരം ചെച്ചിൻ വിമതർക്ക് വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തു. ഈ യുദ്ധം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമായി. 1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന കാർഗിൽ യുദ്ധത്തിന്റെ ഫലം എന്തായിരുന്നു? പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർ യുദ്ധത്തിനു മുമ്പുള്ള അവസ്ഥയിലേക്ക്, പഴയ സ്ഥാനങ്ങളിലേക്ക് പിൻവാങ്ങി. 1999 കാശ്മീരിലെ കാർഗിൽ മേഖലയിൽ നടന്ന കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തി. ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് ഇന്ത്യ ഈ സൈനിക നടപടി നടത്തിയത്. ഇന്ത്യയുടെ പരമാധികാരം ഉറപ്പിക്കാനും നിയന്ത്രണരേഖയിലെ യഥാർത്ഥ സ്ഥിതി പുനഃസ്ഥാപിക്കാനും ഈ യുദ്ധം സഹായിച്ചു. 2001 നവംബറിൽ US സൈന്യവും സഖ്യകക്ഷികളും താലിബാനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രധാന അഫ്ഗാൻ നഗരം ഏതായിരുന്നു? കാബൂൾ. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം
താലിബാനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുന്നതിനായി യുഎസ് സൈന്യവും സഖ്യകക്ഷികളും അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിച്ചു. 2001 നവംബറിൽ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂൾ പിടിച്ചെടുത്തത് താലിബാൻ ഭരണകൂടത്തിന്റെ പതനത്തിലെ ഒരു നിർണായക നീക്കമായിരുന്നു. 2001 ഡിസംബറിൽ യുഎസ് സഖ്യകക്ഷികളും ചേർന്ന് പിടിച്ചെടുത്ത താലിബാന്റെ അവസാനത്തെ പ്രധാന ശക്തികേന്ദ്രമായ നഗരം ഏതായിരുന്നു? കാണ്ഡഹാർ. കാബൂളിന് ശേഷം 2001 ഡിസംബറിൽ യുഎസ് സൈന്യവും സഖ്യകക്ഷികളും കാണ്ഡഹാർ പിടിച്ചെടുത്തു. ഇത് താലിബാൻ ഭരണകൂടത്തിന്റെ അവസാനത്തെ പ്രധാന ശക്തികേന്ദ്രമായിരുന്നു. കാണ്ഡഹാറിന്റെ പതനത്തോടെ താലിബാൻ ഭരണം പൂർണ്ണമായും അവസാനിച്ചു. 2001 ഡിസംബറിൽ നടന്ന തോറ ബോറ യുദ്ധത്തിൽ യുഎസ് സൈന്യത്തെയും സഖ്യകക്ഷികളെയും അതിസമർത്ഥമായി വെട്ടിച്ച് രക്ഷപ്പെട്ട പ്രമുഖ അൽ ഖ്വദ നേതാവ് ആരായിരുന്നു? ഒസാമ ബിൻ ലാദൻ. തോറ ബോറ ഗുഹകളിൽ ഒളിച്ചിരുന്ന ഒസാമ ബിൻ ലാദനെ പിടികൂടാൻ 2001 ഡിസംബറിൽ യുഎസ് സഖ്യസേനകൾ വലിയ ശ്രമം നടത്തി. എന്നിരുന്നാലും മലനിരകളിലെ ദുർഘടമായ പാതകളിലൂടെ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് അഫ്ഗാൻ യുദ്ധത്തിലെ യുഎസ് ലക്ഷ്യങ്ങൾക്ക് ഒരു തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു. ഇറാഖ് യുദ്ധത്തിൽ ഗൾഫ് യുദ്ധം രണ്ടാം ഏതു വർഷമാണ് യുഎസ് സൈന്യം സദ്ദാം ഹുസൈന്റെ സൈന്യത്തിൽ നിന്ന് ബാഗ്ദാദ് പിടിച്ചെടുത്തത്? 2003 CE. 2003 ആരംഭിച്ച ഇറാഖ് യുദ്ധത്തിന്റെ ഭാഗമായി യുഎസ് സൈന്യം ഇറാഖി തലസ്ഥാനമായ ബാഗ്ദാദ് പിടിച്ചെടുത്തു. ഇത് സദ്ദാം ഹുസൈന്റെ ഭരണത്തിന്റെ അന്ത്യം കുറിച്ചു. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സൈനിക നടപടി ആഗോള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. 2011 ജനുവരിയിൽ കേണൽ ഗദ്ദാഫിയുടെ നിയന്ത്രണത്തിൽ നിന്ന് വിമതസേന മോചിപ്പിച്ച പ്രധാന ലിബിയൻ നഗരം ഏതായിരുന്നു? അത് പ്രതിപക്ഷത്തിന്റെ ശക്തികേന്ദ്രമായി മാറി. ബെൻഗാസി. 2011 അറബ് വസന്തത്തിന്റെ ഭാഗമായി ലിബിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ബെൻഗാസി നഗരം കേണൽ ഗദ്ദാഫിക്കെതിരായ വിമതരുടെ പ്രധാന ശക്തികേന്ദ്രമായി മാറുകയും അവിടെ നിന്ന് ലിബിയൻ വിപ്ലവം വ്യാപിക്കുകയും ചെയ്തു. ഇത് ലിബിയയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. 2011 മാർച്ചിൽ ലിബിയൻ ആഭ്യന്തരയുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ കേണൽ ഗദ്ദാഫിയുടെ സൈന്യം താൽക്കാലികമായി തിരിച്ചുപിടിച്ച നഗരം ഏതായിരുന്നു? ബിൻ ജവാദ്. 2011 ലിബിയൻ ആഭ്യന്തരയുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ വിമതർക്ക് ചില പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു. ബിൻ ജവാദ് നഗരം കേണൽ ഗദ്ദാഫിയുടെ സൈന്യം താൽക്കാലികമായി തിരിച്ചുപിടിച്ച സ്ഥലങ്ങളിലൊന്നാണ്. എന്നിരുന്നാലും പിന്നീട് ഇത് വിമതർക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. 2011 ഓഗസ്റ്റിൽ വിമതസേന പിടിച്ചെടുത്ത ഏത് പ്രധാന ലിബിയൻ നഗരത്തിന്റെ പതനമാണ് ഗദ്ദാഫി സർക്കാരിന്റെ തകർച്ചയ്ക്ക് നേരിട്ട് വഴിവെച്ചത്? ട്രിപ്പോളി. 2011 ഓഗസ്റ്റിൽ ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളി വിമതസേന പിടിച്ചെടുത്തത് കേണൽ ഗദ്ദാഫിയുടെ ഭരണത്തിന്റെ അന്ത്യം കുറിച്ചു. ഇത് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമാവുകയും ലിബിയയുടെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. തുവാലു എന്നായിരുന്നു സ്വാതന്ത്ര്യം നേടിയത്? 1978 ഒക്ടോബർ 1. പസഫിക് സമുദ്രത്തിലെ പോളിനേഷ്യൻ ദ്വീപ് രാജ്യമായ തുവാലു 1978 ഒക്ടോബർ 1 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണിത്. ഡൊമിനിക്ക എന്നായിരുന്നു സ്വാതന്ത്ര്യം നേടിയത്? 1978 നവംബർ 3. കരീബിയൻ കടലിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഡൊമിനിക്ക. 1978 നവംബർ 3 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. ഡൊമിനിക്കയെ നേച്ചർ ഐലൻഡ് ഓഫ് ദി കരീബിയൻ എന്നും അറിയപ്പെടുന്നു. സെന്റ് ലൂസിയ എന്നായിരുന്നു സ്വാതന്ത്ര്യം നേടിയത്? 1979 ഫെബ്രുവരി 22. കിഴക്കൻ കരീബിയൻ കടലിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് സെന്റ് ലൂസിയ. 1979 ഫെബ്രുവരി 22 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിലുള്ള പിറ്റോൾസ് പർവ്വതനിരകൾ ഇവിടെയാണ്. കിരിബാത്തി എന്നായിരുന്നു സ്വാതന്ത്ര്യം നേടിയത്? 1979 ജൂലൈ 12. മധ്യ പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തി 1979 ജൂലൈ 12 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്. ക്രിസ്മസ് ദ്വീപ് കൈരിറ്റിമാറ്റി ഇതിന്റെ ഭാഗമാണ്. സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനേഡൈൻസ് എന്നായിരുന്നു സ്വാതന്ത്ര്യം നേടിയത്? 1979 ഒക്ടോബർ 27.
കരീബിയൻ കടലിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനേഡൈൻസ്. 1979 ഒക്ടോബർ 27 യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. നിരവധി ചെറിയ ദ്വീപുകൾ ചേർന്നതാണ് ഈ രാജ്യം. ബെലീസ് എന്ന രാജ്യം സ്വാതന്ത്ര്യം നേടിയത് എപ്പോഴാണ്? 1981 സെപ്റ്റംബർ 21. ബെലീസ് ബ്രിട്ടീഷ് ഹോണ്ടുറാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു. 1981 സെപ്റ്റംബർ 21 ബെലീസ് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. മധ്യ അമേരിക്കയിലെ കരീബിയൻ കടൽത്തീരത്തുള്ള ഒരു രാജ്യമാണിത്. ആന്റിഗ്വയും ബാർബുഡയും സ്വാതന്ത്ര്യം നേടിയത് എപ്പോഴാണ്? 1981 നവംബർ 1. കരീബിയൻ കടലിലെ രണ്ട് പ്രധാന ദ്വീപുകൾ ഉൾപ്പെടുന്ന രാജ്യമാണ് ആന്റിഗ്വയും ബാർബുഡയും. ഇത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1981 നവംബർ 1 സ്വാതന്ത്ര്യം നേടി. കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ അംഗമാണ് ഈ രാജ്യം. വടക്കൻ സൈപ്രസ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1983 നവംബർ 15. സൈപ്രസിലെ തുർക്കി വംശജർ തിങ്ങിപ്പാർക്കുന്ന വടക്കൻ ഭാഗം 1983 നവംബർ 15 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ തുർക്കി മാത്രമാണ് വടക്കൻ സൈപ്രസിനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും ഇതിനെ അംഗീകരിച്ചിട്ടില്ല. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് സ്വാതന്ത്ര്യം നേടിയത് എപ്പോഴാണ്? 1983 സെപ്റ്റംബർ 19. കരീബിയൻ കടലിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൽ നിന്ന് 1983 സെപ്റ്റംബർ 19 സ്വാതന്ത്ര്യം നേടി. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാജ്യങ്ങളിൽ ഒന്നാണ് ഇത്. ബ്രൂണൈ സ്വാതന്ത്ര്യം നേടിയത് എപ്പോഴാണ്? 1984 ജനുവരി 1. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു രാജ്യമായ ബ്രൂണൈ ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റായിരുന്ന ശേഷം 1984 ജനുവരി 1 പൂർണ്ണ സ്വാതന്ത്ര്യം നേടി. എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ ഉൽപ്പാദനത്തിലൂടെ സമ്പന്നമായ രാജ്യമാണിത്. ലാത്വിയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1990 മെയ് 4. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി മാറിയ ബാൾട്ടിക് രാജ്യങ്ങളിലൊന്നാണ് ലാത്വിയ. 1990 മെയ് 4 ലാത്വിയ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചത്. ഇത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായ സംഭവങ്ങളിലൊന്നായിരുന്നു. ലിത്വാനിയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1990 മാർച്ച് 11. സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യത്തെ സോവിയറ്റ് റിപ്പബ്ലിക്കാണ് ലിത്വാനിയ. 1990 മാർച്ച് 11 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിലൂടെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ഇത് തുടക്കം കുറിച്ചു. നമീബിയ സ്വാതന്ത്ര്യം നേടിയത് എപ്പോഴാണ്? 1990 മാർച്ച് 21. ദക്ഷിണാഫ്രിക്കയുടെ ഭരണത്തിൻ കീഴിലായിരുന്ന നമീബിയ ദീർഘകാലത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ 1990 മാർച്ച് 21 സ്വാതന്ത്ര്യം നേടി. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഈ രാജ്യം സ്വതന്ത്രമായത്. സ്ലോവേനിയ യൂഗോസ്ലാവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1991 ജൂൺ 25. യൂഗോസ്ലാവിയയുടെ തകർച്ചയ്ക്ക് കാരണമായ പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു സ്ലോവേനിയയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 1991 ജൂൺ 25 സ്ലോവേനിയ യൂഗോസ്ലാവിയയിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്ര രാജ്യമായി. ഇത് യൂറോപ്പിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ജോർജിയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1991 ഏപ്രിൽ 9. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ ഭാഗമായി ജോർജിയ 1991 ഏപ്രിൽ 9 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ട്രാൻസ്കാക്കേഷ്യൻ രാജ്യങ്ങളിലൊന്നാണിത്. എപ്പോഴാണ് എസ്തോണിയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചത്? 1991 ഓഗസ്റ്റ് 20. 1991 ഓഗസ്റ്റ് 20 എസ്തോണിയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. ബാൾട്ടിക് രാജ്യങ്ങളിലൊന്നായ എസ്തോണിയ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് തൊട്ടുമുമ്പാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഇത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. എപ്പോഴാണ് യുക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്?
1991 ഓഗസ്റ്റ് 24. 1991 ഓഗസ്റ്റ് 24 യുക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ഒരു പ്രധാന സംഭവമായിരുന്നു ഇത്. യുക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമായി ഉയർന്നുവരാൻ ഇത് വഴിയൊരുക്കി. എപ്പോഴാണ് മോൾഡോവ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1991 ഓഗസ്റ്റ് 27. 1991 ഓഗസ്റ്റ് 27 മോൾഡോവ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. കിഴക്കൻ യൂറോപ്പിലെ ഈ ചെറിയ രാജ്യം സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണ സമയത്ത് സ്വയംഭരണം നേടിയ നിരവധി രാജ്യങ്ങളിൽ ഒന്നാണ്. എപ്പോഴാണ് കിർഗിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1991 ഓഗസ്റ്റ് 31. 1991 ഓഗസ്റ്റ് 31 കിർഗിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. മധ്യേഷ്യയിലെ ഒരു പ്രധാന രാജ്യമായ കിർഗിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറി. എപ്പോഴാണ് ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1991 സെപ്റ്റംബർ 1. 1991 സെപ്റ്റംബർ 1 ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ പതനത്തിനുശേഷം സ്വതന്ത്രമായ ഒരു രാഷ്ട്രമായി ഉയർന്നുവന്നു. എപ്പോഴാണ് മാസിഡോണിയ യൂഗോസ്ലാവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1991 സെപ്റ്റംബർ 8. 1991 സെപ്റ്റംബർ 8 മാസിഡോണിയ യൂഗോസ്ലാവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. യൂഗോസ്ലാവിയയുടെ ശിഥിലീകരണത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യം നേടിയ ഒരു ബാൽക്കൻ രാജ്യമാണ് നോർത്ത് മാസിഡോണിയ എന്നറിയപ്പെടുന്ന ഈ രാജ്യം.